പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ചില ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, പുതിയ വർഷം എങ്ങനെയായി തീരണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ആഴമായ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അല്ലെങ്കിൽ ഉപദേശിക്കണമേ. 90-ാം സങ്കീർത്തനത്തെ എഴുതിയത് ഭക്തനായ പ്രവാചകനായ ദൈവത്തിൻ്റെ സ്നേഹിതനായ മോശെ എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിലാണ്. ആമേൻ. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാനുള്ള അറിവ്, ജ്ഞാനം ഞങ്ങൾക്ക് ദൈവം തരണമേ. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികളും പല വിധത്തിലാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത്. ആത്മീകപരമായി ചിന്തിച്ചാൽ പ്രാർത്ഥനയോടുകൂടെ ആരാധിക്കുന്ന ദൈവജനം ആരാധനയോട് സ്തുതിയോട് പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. എന്നാൽ ലോകപരമായി ചിന്തിച്ചാൽ ചിലർ വേഗമായി വാഹനങ്ങളെ ഓട്ടിക്കൊണ്ട്, പടക്കങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, പല വിധങ്ങളിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, മദ്യത്തിലും മയക്കുമരുന്നിലും വെറിക്കൂത്തുകളിലും ഡാൻസ് ക്ലബുകളിലുമായി പുതിയ വർഷത്തെ തുടങ്ങിയവരുണ്ട്. എന്നിരുന്നാലും ഈ 2025 എന്നുള്ള പുതിയ വർഷം ദൈവം നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ദിവസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ നമുക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപിൽ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഏതെല്ലാം പോരാട്ടങ്ങളിലൂടെ നാം കടന്നു പോകണമെന്ന് നാം അറിയത്തില്ല. നമ്മുടെ യാത്രയിൽ നാളെ ദിവസം നടക്കുന്നത് എന്തെന്ന് നമുക്കറിയത്തില്ല. പലവിധമായ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകാം, പലവിധമായ പ്ലാനുകൾ, പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കുവാൻ കഴിയും. എന്നാൽ നാളെ നടക്കുന്നതൊന്നും നമുക്കറിയാത്തത് കൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ ചിന്ത ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷം ദാനമായി നൽകിയത് ദൈവമാണ്. ആണ്ടുകളെ നിർമ്മിച്ചത് ദൈവമാണ്. ദിവസങ്ങൾക്ക് ഈ വർഷത്തെ നമുക്ക് സമർപ്പണം ചെയ്യുക. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഈ വർഷം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മുടെ കരകളിൽ ദൈവം നൽകിയ ഈ ദിവസത്തിന് നന്ദി പറയുന്നതോടൊപ്പം, കർത്താവേ, ഈ വർഷം മുഴുവനും അങ്ങ് ഞങ്ങളെ നടത്തണം. നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ കഴിയും, അതെ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചന കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ ദിവസങ്ങളെ എണ്ണുന്നതോടൊപ്പം, കർത്താവേ, ഈ ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. ഒരു ദിവസം തുടങ്ങുമ്പോൾ പ്രാർത്ഥനയോട് തുടങ്ങുക. അവനൊരു ദിവസം അവസാനിക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. അതായത് ജ്ഞാനമുള്ള ഒരു ഹൃദയം. നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ എനിക്ക് തനിച്ച് പറ്റത്തില്ല കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ വരണം. മോശെ പ്രകാരം പ്രാർത്ഥിച്ചു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മുൻപിൽ വരാതെ പോയാൽ ഞങ്ങളെ പുറപ്പെടുവിക്കേണ്ട. അത് ഈ പുതിയ ആഴ്ചയിലേക്ക്, പുതിയ മാസത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് കുത്തിയിരിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് തന്നെയാണ്. കർത്താവേ, ഞങ്ങൾക്ക് മുൻപായി അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണം. ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തണം. ദുർഘടങ്ങളെ കർത്താവ് നിരപ്പാക്കണം. താമര വാതിലുകളെ ദൈവം മുടക്കണം. ഇരുമ്പോടാമ്പലുകളെ തകർത്ത് ഞങ്ങളെ നേരായ പാതകളിലേക്ക് നടത്തണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ ഭംഗിയായി അത്ഭുതകരമായി നടത്തും. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യം എന്താണ്? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുക. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം, പറഞ്ഞു തീരാൻ പറ്റാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതെ, എത്രയോ പേർ ഐസിയുകളിൽ കിടന്നുകൊണ്ടാണ് പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നത്. എത്ര പേർ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടാണ് പുതിയ വർഷത്തിലേക്ക് വന്നത്. എത്രയോ വെല്ലുവിളികൾ നിറഞ്ഞിട്ട് പലരും കടന്നു വരുമ്പോൾ നമ്മെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി തീരണം.
അതായത് കടന്നുപോയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെ ചിന്തിച്ച ചിന്താകുലരായി തീരുവാനുള്ളവരല്ല നാം. മറിച്ച് പ്രത്യുത പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷങ്ങളിൽ, ആണ്ടുകളിൽ ദൈവം ചെയ്ത ധാരാളം നന്മകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യണം. ഈ ലോകത്തിൽ മനുഷ്യൻ നമുക്ക് ചെയ്യുന്ന നന്മകളെല്ലാം എണ്ണുവാൻ കഴിയുന്നതാണ്. ഈ ലോകത്തിൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ നന്മകളോ എല്ലാം എണ്ണുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് തിരിച്ച് നോക്കിക്കേ, ജീവിതത്തിൻ്റെ ഭാഗങ്ങളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ എണ്ണുവാൻ നമുക്ക് കഴിയത്തില്ല. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് 1 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയങ്ങളിൽ തോന്നിയിട്ടില്ല. ഒരു ഹൃദയങ്ങളിലും തോന്നിയിട്ടില്ലാത്ത വലിയ പ്രവർത്തികളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസങ്ങളിലും നാം നന്ദിയുള്ളവരായി മുൻപോട്ട് പോകുക. ഒന്നാമത്, ഓരോ ദിവസങ്ങളിൽ എണ്ണുവാനുള്ള ജ്ഞാനം, വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് തരട്ടെ. രണ്ടാമത്, ഓരോ ദിവസത്തിലും നന്ദിയുള്ളവരായി പറഞ്ഞു തീരുവാൻ കഴിയാത്ത ആ ദൈവത്തിൻ്റെ ദാനങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായി, ഈ പുതിയ വർഷത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ലക്ഷ്യമുള്ളവരായിരിക്കണം. നാം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, തീരുമാനമെടുക്കുവാൻ കഴിയാത്തവരായി, നാം ജീവിതത്തിൽ പ്ലാൻ ചെയ്യുവാൻ കഴിയാത്തവരായി തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, നാം തോൽക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവൻ എന്നാണ് ഒരു ഭക്തൻ പറയുന്നത്. അതായത് ജീവിതത്തിനൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ ലക്ഷ്യമില്ലാത്തവനായി ഓടത്തില്ല. നമുക്ക് ഓട്ടക്കളത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അതായത് പുറകിലുള്ളത് മറക്കുക, മുൻപിലുള്ളത് ആയണം. മുൻപിൽ നമുക്കൊരു ഗോൾ ഉണ്ടാകണം, ഒരു ലക്ഷ്യമുണ്ടാകണം. ഈ വർഷത്തിൽ ഇത്ര ആത്മാക്കൾക്ക് സുവിശേഷം പറയും എന്നുള്ള ഒരു ലക്ഷ്യം, ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തോട് സമയം ചെലവഴിക്കും, ഇത്ര പാവപ്പെട്ടവരെ സഹായിക്കും, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പലരും തീരുമാനം എടുക്കുവാൻ കഴിയാത്തവരായി നിൽക്കുകയാണ്. ഇല്ല, നാം നമ്മുടെ ജീവിതത്തിൽ തീരുമാനമുള്ളവരായി മാറുക. നല്ല തീരുമാനങ്ങൾ, ദൈവഹിതമുള്ള തീരുമാനങ്ങൾ നാം എടുക്കണം. ദൈവത്തിന് ഹിതമുള്ള തീരുമാനങ്ങൾ എടുത്താൽ അതിനെ സാധ്യമാക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കും. ദാനിയേൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട് തന്നെ അശുദ്ധനാക്കത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. നമ്മുടെ വീടുകളെല്ലാം കാലണ്ടറുകളുണ്ട്. ആമേൻ. ആ കാലണ്ടറിൽ ഓരോ ദിവസവും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരങ്ങളിൽ വാച്ചുകളുണ്ട്, നമ്മുടെ വീട്ടിൽ വാൾ ക്ലോക്കുകളുണ്ട്. ഓരോ സെക്കൻഡുകളും അത് വേഗത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ വീണ്ടും ലഭിക്കത്തില്ല, നഷ്ടപ്പെട്ട തീയതി ഇനി വരത്തില്ല. അതുകൊണ്ട് ഈ വരുന്ന ദിവസത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ നാം തീരുമാനമുള്ളവരായി തീരണം. ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ, ചില ദർശനങ്ങൾ നമുക്കുണ്ടാകണം. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ദർശനങ്ങൾ, അല്ലെങ്കിൽ ലോകപരമായി പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യബോധമുണ്ടാകണം. കർത്താവിന് വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ചെയ്യുവാൻ ചില കാര്യങ്ങളെ പ്രാർത്ഥനയോടുകൂടെ തീരുമാനിച്ചുകൊണ്ട് അതിൽ ഓരോ ചുവടുകളായി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലിറ്റിൽ തിങ്സ് വിൽ മേക്ക് ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. ചെറിയ ചെറിയ തീരുമാനങ്ങൾ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരും. ചെറുപ്രായത്തിലെടുക്കുന്ന ചില തീരുമാനം ജീവിതത്തിൽ നാം ആരായി തീരണം എന്നുള്ളതിനെ നമുക്ക് നിശ്ചയിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ സഭയിൽ ആഫ്രിക്കയിൽ നിന്ന്, ഉഗാണ്ടയിൽ നിന്ന് ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ കടന്നു വരുവാനിടയായി. അദ്ദേഹം തൻ്റെ സാക്ഷ്യം ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 6-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി.
ഒരു അനാഥയായി തെരുവിൽ കിടന്നാണ് അദ്ദേഹം വളർന്നത്. എന്നാൽ ആ തെരുവിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ക്രിസ്തീയ സംഘടന, ഒരു സഭ തങ്ങളിലേക്ക് തത്തെടുക്കുവാനിടയായി അദ്ദേഹത്തിന് രക്ഷയുടെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. 1994 അദ്ദേഹം കർത്താവായ യേശുവിനെ സ്വീകരിക്കുവാനിടയായി. സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി, എന്നെപ്പോലെ തന്നെ തെരുവിൽ കിടക്കുന്ന അനേകർക്ക് ഞാനൊരു പിതാവായി തീരണം. ആ ഒരു തീരുമാനം കൊണ്ട് 85 പരം കുട്ടികളെ ഈ തെരുവിൽ നിന്നെടുത്ത് വളർത്തി അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ ആ ദൈവത്തിൻ്റെ അഭിഷക്തനെ ദൈവം സഹായിച്ചു. ഞാനും പല പ്രാവശ്യം ആ ദേശത്തിൽ പോയി കഴിയുന്ന ചില സഹായങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ആരായി തീരണം, നമ്മുടെ ഭാവി എന്തായി തീരണം, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ നാം ഒരു ദർശനമുള്ളവരായി തീരണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ നാളുകളെ എണ്ണുവാനുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയം ദൈവം തരണം. അതായത് ഈ വർഷത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മെക്കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ദൈവം നമുക്ക് ചെയ്തു തരും. 2, ഓരോ ദിവസത്തിനും നന്ദിയുള്ളവരായി പറഞ്ഞു തീരുവാൻ കഴിയാത്ത ആ നല്ല ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുക. 3, ജീവിതത്തിൽ നല്ല ലക്ഷ്യമുള്ളവരായി തീരണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഓരോ ദിവസങ്ങളും തീരുമാനമുള്ളവരായി, ഞാൻ ഈ ദിവസത്തിനകം ഇന്നത് ചെയ്ത് തീർക്കുമെന്നുള്ള ചിന്തയോടെ. ആമേൻ. വേദപുസ്തകത്തിൽ പല വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ലക്ഷ്യബോധമുള്ളത് കൊണ്ട് അവർ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു. സഭയുടെ ചരിത്രത്തിൽ, ആമേൻ, ക്രിസ്തീയ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ എന്തെങ്കിലും നേടിയിട്ടുള്ള ആരെങ്കിലും നാം കാണുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിൽ തീരുമാനം, ദൃഢനിശ്ചയമുള്ളവരായിരുന്നു. ജോർജ് മുല്ലർ എന്ന് പറയുന്ന മഹത്തമായ ഒരു വ്യക്തിയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം വിശ്വാസത്തിൻ്റെ പോരാളിയായിരുന്നു. മുഴങ്കാലിൽ നിന്ന് പല പ്രാവശ്യം ദൈവവചനം വായിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ മുഖാന്തരം 2000 ചില്ലുവാരം അനാഥ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും ആഹാരം കൊടുത്ത് പോറ്റിപ്പുലർത്തുവാൻ ആ ദൈവത്തിൻ്റെ ദാസനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ആമേൻ, ഹല്ലേലൂയ. സ്മിത്ത് വിക്കിൾസ്വർത്ത് എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ പോരാളി, ഒരു അഭിഷക്തൻ, ആ ദൈവദാസൻ മരിച്ച പലരെ ജീവനോടുകൂടി എഴുന്നേൽപ്പിച്ചു. ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചത് ഓരോ ദിവസങ്ങളിലും ലക്ഷ്യബോധത്തോടെ, വിശ്വാസത്തോടുകൂടെ മുന്നേറിയത്. 2025 ഈ പുതിയ വർഷം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ലക്ഷ്യബോധത്തോടുകൂടി നാം പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 4, നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മനോഹരമായ ഒരു ദൈവത്തിൻ്റെ, ആമേൻ, വാക്യമാണ്, വചനമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഒരു, ആമേൻ, വിൽ പവർ അല്ലെങ്കിൽ ഒരു ധൈര്യം, ഉറപ്പുണ്ടാകണം. എന്താ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദോഷമായിട്ട് ഒന്നും എൻ്റെ ദൈവം എന്നോട് ചെയ്യത്തില്ല. ഇന്നും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ദോഷമായി ചിലത് നടക്കുന്നത് പോലെ അനുഭവിക്കപ്പെടാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വരാം. എൻ്റെ ഉപവാസത്തിന് മറുപടി ഉണ്ടായി എന്ന് വരത്തില്ല. ഇല്ല, എൻ്റെ രോഗം സൗഖ്യമായിട്ടില്ല, മക്കളുടെ ഫീസ് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, കടഭാരം മാറിയിട്ടില്ല, കണ്ണുനീര് മാറിയിട്ടില്ല. എൻ്റെ പുറകിൽ വന്ന പലർക്കും പലതും സംഭവിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 38 വർഷങ്ങളായി കുഴക്കരയിൽ കാത്തിരിക്കുന്ന മനുഷ്യനെ പോലെ ഇന്നും ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ധൈര്യം വിട്ട് കളയരുത്. ഒന്ന് ഹൃദയത്തോട് എപ്പോഴും പറയണം, അല്ല,
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു 4 വ്യത്യസ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം സർവശക്തൻ. അതായത് എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യത്തോട് പറയുക, എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത കാര്യം ഒന്നും തന്നെയില്ല. 2, ആമേൻ, ശത്രുവായ സാത്താന് എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിന്മേലോ എൻ്റെ തലമുറകളുടെ മേലോ എൻ്റെ വസ്തുക്കളുടെ മേലോ ഈ വർഷത്തിന് മേലോ ഒരു അധികാരവുമില്ല. ഒരു 3, മനുഷ്യർക്ക് എൻ്റെ മേൽ ഒരു അവകാശവുമില്ല. 4, എൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തക്ക സമയത്ത് ദൈവം എന്നെ ഉയർത്തും. തക്ക സമയത്ത് തലമുറകൾക്ക് വേണ്ടിയുള്ള വഴി ദൈവം തുറക്കും. പുതിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. പുത്തൻ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കും. എൻ്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. എനിക്കായി ദൈവം സകലതും നന്മയ്ക്കായി ചെയ്തു തീർക്കും എന്നുള്ള ദൈവത്തെ ആശ്രയിക്കുന്ന ആശ്രയം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ജീവിതത്തിൽ വരുന്ന നന്മയ്ക്ക് വേണ്ടി മാത്രം സ്തോത്രം ചെയ്യുന്നവരായി തീരരുത്. നന്മ അനുഭവിക്കുമ്പോഴും തിന്മ അനുഭവിക്കുമ്പോഴും ഒരുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഭക്തനായി ജോബിന്റെ ജീവിതം അതല്ലേ നമുക്ക് പഠിപ്പിക്കുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമത്തിന് സ്തോത്രം. ജീവിതത്തിൽ സ്തോത്രം കുറയരുത്. നന്ദിയുള്ളവരായി നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. 2025 ഓരോ ദിവസങ്ങളിലും നന്ദി പറയുവാനുള്ള ഹൃദയം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. 5, ആമേൻ, ഹല്ലേലൂയ. വളരെ വ്യത്യസ്തമായി അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6-34 ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതെ, ഈ 2025 ഈ പുതിയ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് വേണ്ടി ജീവിക്കുക, നാളേക്ക് വേണ്ടി ആരും ജീവിക്കരുത്. അവൻ ഒരു ഭക്തന്റെ ജീവിതത്തിൽ തൻ്റെ 40-ാമത്തെ വയസ്സിൽ വലിയൊരു രോഗം അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു. അദ്ദേഹം ഒരു മുറിക്കകത്ത് അടഞ്ഞിരുന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു രോഗം വന്നു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിച്ച് വ്യാകുലപ്പെടുവാനിടയായി. ഏതാണ്ട് 3-4 മാസങ്ങൾ ആ രോഗത്തിൻ്റെ അനുഭവത്തിൽ ഏകാന്തനായി. ഡോക്ടറെ കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗം, മരുന്നില്ലാത്ത രോഗം, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത രോഗം എന്തുകൊണ്ട് എനിക്ക് വന്നെന്ന് അവൻ നിരാശയോടുകൂടെ ഇരിക്കുവാനിടയായി. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ഈ രോഗം വന്നിട്ട് ഞാൻ ചത്തിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ഞാൻ നാളേക്ക് വേണ്ടി ജീവിക്കണം? ഇന്നിനു വേണ്ടി ജീവിച്ചാൽ എന്താ? ആ ദിവസം ദൈവമാണ് ഈ ദിവസം നൽകിയിരിക്കുന്നത്. ഈ ദിവസം ദുഃഖത്തോട് ഞാൻ ഇരിക്കരുത്. ഈ ദിവസം ഞാൻ സന്തോഷിക്കണം. ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കണം. ഈ ദിവസം ഞാൻ ബൈബിൾ വായിക്കണം. ഈ ദിവസം ഞാൻ ആത്മാക്കളെ നേടണം. ഈ ദിവസം കർത്താവ് ചെയ്ത നന്മ പലരോട് സാക്ഷ്യമായി പറയണം. ആ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വേദനകൾ മാറി അദ്ദേഹം സന്തോഷിക്കുവാനിടയായി. ഓരോ ദിവസം സന്തോഷത്തോടെ തൻ്റെ ജീവിതത്തെ ചെലവ് ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹം 46 വർഷം കൂടെ ജീവിച്ചു. തൻ്റെ 86-ാമത്തെ വയസ്സിൽ സന്തോഷമായി മരിക്കുവാനിടയായി. എന്താ കാരണം? പലരും നാളെക്കുറിച്ച് വിചാരപ്പെടുകയാണ്. നാളത്തെ ദിവസം നമ്മുടേതല്ല, ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കുക. ഈ ദിവസത്തിൽ ചെയ്തു തീർക്കുവാനുള്ളത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോട് ചെയ്യണം. ഈ ദിവസം പ്രാർത്ഥിക്കണം. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, നിന്റെ കൈക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്തുവോ അത് നിന്റെ ശക്തിയോടുകൂടെ ചെയ്യുവാൻ. നാളെ ദിവസം നിനക്ക് അവൻ കല്ലറയിൽ പോയി കിടക്കുമ്പോൾ അത് ചെയ്യുവാൻ കഴിയത്തില്ലല്ലോ. ഓരോ പരിഭാഷകളും വ്യത്യസ്തമാണ്. അതെന്നെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വാക്യമാണ്. കാരണം ഞാൻ കല്ലറയ്ക്കകത്ത് പോയതിനു ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. കല്ലറയ്ക്കകത്ത് പോയതിനു ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷം പറയുവാൻ കഴിയത്തില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ദിവസം യഹോവ ഉണ്ടാക്കിയ ദിവസം എന്നുള്ള ചിന്തയോടുകൂടെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി സന്തോഷത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ഈ ആണ്ടിൽ ചെയ്യുക. 6-ാമതായി ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അതിന് അവൻ,
കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. അതെ, ഇവിടെ മനോഹരമായ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുകയാണ്. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നടപ്പെട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷം. അത്തിവൃക്ഷത്തെ എപ്പോഴും തനിച്ചാണ് നടുന്നത്, മുന്തിരിയുടെ ഇടയിൽ നടത്തില്ല. എന്നാൽ മുന്തിരിയുടെ ഇടയിൽ ഈ അത്തിവൃക്ഷം നടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥലം ഭംഗിയുള്ളതാണ്. നമുക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. അത്തിവൃക്ഷത്തിന് തോട്ടക്കാരനില്ല, എന്നാൽ മുന്തിരി വൃക്ഷത്തിന് തോട്ടക്കാരനുണ്ട്. അങ്ങനെയെങ്കിൽ മുന്തിരി വള്ളികളുടെ ഇടയിൽ നിൽക്കുന്ന ഈ അത്തിവൃക്ഷത്തിന് ഒരു തോട്ടക്കാരനെയും കർത്താവ് കൊടുത്തു, കാവൽക്കാരനെ കൊടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, നന്മകൾ, ഇതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. 3, മുന്തിരി വൃക്ഷത്തിന് അവൻ ഇടയ്ക്കിടെ വടമിടും, അതിനെ വെടിപ്പാക്കും. ആ കൂട്ടത്തിൽ തൻ്റെ അത്തിവൃക്ഷത്തിനും വടമിടുന്നുണ്ട്. നമുക്ക് അർഹതയില്ലാത്ത പല നന്മകളും ദൈവം നമുക്ക് നൽകിയാണ്. God is giving so many opportunities in our life. കർത്താവ് നമുക്ക് വലിയ അവസരങ്ങളെ, സാധ്യതകളെ ദൈവം നമ്മുടെ മുൻപിൽ തരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ആ അത്തിവൃക്ഷം ദൈവത്തിന് വേണ്ടി ഫലമില്ലാതെ നിൽക്കുന്നു. ഫലമില്ലാത്തത് കണ്ടിട്ട് തോട്ടക്കാരനോട് യജമാനൻ പറയുകയാണ്, അതിനെ വെട്ടിക്കളയണം, കാരണം ഇത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നോക്കിയാൽ ഒരു വ്യക്തിയുടെ പിന്മാറ്റമാണ് ആ കപ്പലിൽ ചെന്ന അത്രയും പേർക്ക് പ്രശ്നമുണ്ടായത്. ഒരു പിന്മാറ്റക്കാരനായി യോനാ മുഖാന്തരം, ഒരു മുഖാന്തരം ജനത്തിന് വലിയ കഷ്ടതകൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഒരു പാപി അനേകം നന്മകളെ കെടുക്കും. അതുകൊണ്ടാണ് യജമാനൻ പറയുന്നത്, ഈ വൃക്ഷത്തെ വെട്ടിക്കളയണം. എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മെ വെട്ടിക്കളയേണ്ട സമയം അടുത്തതാണ്. എന്നാൽ ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനോട് യാചിച്ചതുകൊണ്ട് 1 വർഷം കൂടെ കർത്താവ് അവകാശമായി നൽകിയിരിക്കുന്നു. എന്തിന്? ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവരായി തീരേണ്ടതിന്. എന്താണ് ഫലം കൊടുക്കേണ്ടത്? ആത്മീകമായ ഫലങ്ങൾ നാം കൊടുക്കണം, പ്രവർത്തികളാകുന്ന ഫലങ്ങൾ നാം കൊടുക്കണം. ആമേൻ. അതരഫലമായ സ്തോത്രയാഗം നാം ദൈവത്തിന് നൽകണം. ആമേൻ. സൗജന്യമായി കൊടുക്കുവാൻ കഴിയുന്ന ഫലമാണ് അതരങ്ങളുടെ ഫലമായി സ്തോത്രയാഗം. എന്നാൽ ആമേൻ, പൈസ മുടക്കി ത്യാഗത്തോട് ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. 3, ആത്മീകമായ ഫലങ്ങൾ, സ്നേഹം, സമാധാനം, ഇന്ദ്രജയം എന്നുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 7-ാമതായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുക. ദുഷ്കാലമാണ്. നമുക്ക് ചുറ്റിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയം വില കൊടുത്ത് വാങ്ങുവാൻ കഴിയത്തില്ല. ചിലർ പറയും, ചില കൊട്ടേഷൻ ഇങ്ങനെയാണ്, ടൈം ഈസ് ഗോൾഡ് എന്ന്. ഗോൾഡ് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയും, എന്നാൽ സമയത്തെ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയത്തില്ല. നമുക്ക് നൽകിയ യൗവനകാലം, നമുക്ക് നൽകിയ ആരോഗ്യമുള്ള ആയുസ്, നമുക്ക് നൽകപ്പെട്ട അവസരങ്ങൾ വീണ്ടും ഒരിക്കലും ലഭിക്കത്തില്ല. The missed opportunity will never get back. ഒരിക്കലും മടങ്ങി വരാത്ത അവസരങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. 2025 ഫലപ്രദമായ ഒരു വർഷമായി നമുക്ക് തീരണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു മെഴുകുതിരി പോലെ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നാം തീർന്നു പോകുന്നതിന് മുൻപ് ദൈവം നമ്മളിൽ ഏൽപ്പിച്ച ആ നല്ല വേല തികച്ച് നല്ലത്, ആമേൻ, ഹല്ലേലൂയ, വിശ്വസ്തനായ ദാസനെ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അനേകത്തിന്മേൽ നിന്നെ അധികാരിയായി തീർക്കുമെന്ന് പറയുന്ന ആ മനോഹരമായ നിമിഷത്തിലേക്ക് കാത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വേഗത്തിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 1, നാളുകളെ എണ്ണുവാനുള്ള അറിവ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. 2, ഓരോ ദിവസത്തിനും നന്ദിയുള്ളവരായി തീരുക. 3, നമുക്ക് മുൻപായ ഒരു ലക്ഷ്യബോധം. ഈ വർഷത്തിൽ
ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകുക. 4, ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ ഉറപ്പുള്ള ചിന്ത, ദൈവത്തെ ആശ്രയിക്കുന്ന ചിന്ത നമുക്കുണ്ടാകട്ടെ. 5, ആമേൻ, നാളേക്ക് വേണ്ടി ജീവിക്കരുത്, നാളേക്ക് വേണ്ടി വിചാരപ്പെടരുത്. ഈ ദിവസത്തെ ദൈവം നമുക്ക് നൽകിയതുകൊണ്ട് സന്തോഷത്തോട് ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് ചെയ്യുക. 6, നാം ഫലമുള്ളവരായി തീരണം. മുന്തിരി തോട്ടത്തിൻ്റെ നടുവിൽ നമ്മെ ഒരു അത്തിവൃക്ഷമായി ദൈവം നട്ടിരിക്കുകയാണ്. അവസാനമായി ഹല്ലേലൂയ, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയം തിരിച്ച് ലഭിക്കത്തില്ല. റെഡീം യുവർ ടൈം. ആമേൻ. ദുഷ്കാലമാകയാൽ നാളുകളെ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ വർഷം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ഒരുമിച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഈ വർഷത്തിനു വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട ചില ദൂതുകളെ ദൈവം കൈമാറിയതിനായി സ്തോത്രം. കർത്താവേ, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കൊച്ചു പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു, കുടുംബസ്ഥർക്കായി സ്തോത്രം ചെയ്യുന്നു. വിവാഹ ജീവിതങ്ങളിൽ ദൈവിക സമാധാനം വെളിപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ വർഷത്തിൽ കുഞ്ഞുങ്ങളെ ദൈവം നൽകണമേ. ജോലിയില്ലാത്തവർക്ക് ജോലികളെ ദൈവം നൽകണമേ. വിവാഹം ആകാത്തവർക്ക് നല്ല വിവാഹ ജീവിതങ്ങളെ, തുണകളെ ദൈവം ഒരുക്കണമേ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി, ജ്ഞാനം, അറിവ് ദൈവം നൽകണം. ആത്മീകമായി ശുശ്രൂഷ ചെയ്യുന്നവരെ ശക്തമായി ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. തീരാരോഗങ്ങളിൽ, കടഭാരങ്ങളിൽ, വലിയ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ, വെല്ലുവിളികൾ അകപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം അവിടെ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കപ്പെട്ട ദൂതുകൾക്ക് മുൻപായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോ ദിവസങ്ങളും ആമേൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരു പ്രത്യാശയോടുകൂടെ മുൻപോട്ട് ഓടുവാൻ കൃപ നൽകിയാട്ടെ. കർത്താവ്, അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്. യേശുവിൻ്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ, സാക്ഷ്യങ്ങൾ, അഭിപ്രായങ്ങൾ ആമേൻ അറിയിക്കുവാൻ മറക്കണ്ട. ഞങ്ങളെയും ഈ എളിയ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക, കൈത്താങ്ങുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗാഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.